ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിന്മഹിമയാർക്കും തിരിക്കരുത്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. അങ്ങനെയാണല്ലോ പറയണത്. ആർക്കെന്തു വേണമെങ്കിൽ പറയാം. ശ്രീമദ് ഭാഗവതം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ എന്നാണ്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ശ്രീമദ് ഭാഗവതത്തെ കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീമദ് ഭാഗവതത്തെ വേണ്ടതുപോലെ വായിച്ചോ വായിക്കാതെയോ മനസ്സിലാക്കി അതിലുള്ള ആശയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്നതാണ് ഈ നിത്യജീവിതത്തിൽ. ഭാഗവതം അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നടന്നാൽ അതാവില്ല. അത് വായിച്ച് മനസ്സിലാക്കി അതിലുള്ള ആശയങ്ങളും അതിലുള്ള പ്രസ്താവനകളും സംവാദങ്ങളും സന്ദർഭങ്ങളും അവതരണങ്ങളും എല്ലാം ആലോചിക്കാൻ വിഷയമാക്കി തീർക്കണം. 10ാമത്തെ സ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മം, വളർച്ച, അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലോയിറ്റ്സ് ആൻഡ് എക്സലൻസസ് എല്ലാം ഉള്ളത്. അത് കഴിഞ്ഞ് 11ാമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് മുക്തിസ്കന്ധം എന്നാണ് പറയുക. ഞാൻ ഈ കേരളത്തിൽ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വടക്കേ ഇന്ത്യയിൽ മുക്തിസ്കന്ധം എന്നാണ് ഏകാദശ സ്കന്ധത്തിൻ്റെ പേര്. അത് വായിച്ചാലാണ് നമുക്ക് ജീവിതത്തെക്കുറിച്ച് നല്ല പോലെ മനസ്സിലാവുക. ഭക്തിയുടെ പേരിലും ഭഗവാന്റെ പേരിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ളതൊക്കെ അവിടെയാണ്. അതിൽ കൃഷ്ണൻ നേരിട്ട് ഉദ്ധവനോട് ദ്വാരകയിലിരുന്ന് ശാന്തഗംഭീരമായി സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശ്രീകൃഷ്ണൻ 125 കൊല്ലം ജീവിച്ചു എന്നാണ് പറയണത്. സാധാരണ പുരുഷായുസ് 120 ആണല്ലോ. ഒരു 5 കൂടി. നമ്മുടെ ഇവിടുത്തെ സ്ഥിതി എന്താ? 60-നപ്പുറം പിറുപിറുപ്പ് എന്ന് പറയും. അങ്ങനെ ഒരു പിറുപിറുപ്പും ഇല്ലാതെ 125 കൊല്ലമായി. പിന്നെയും പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്താ കാരണം? എന്തിനാ പോണേ? സുഖമായിട്ട് കഴിയണു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ബ്രഹ്മാവ് തന്നെ വന്നു. എന്നിട്ടൊരു മെമ്മറാൻഡം സബ്മിറ്റ് ചെയ്തു. അങ്ങ് വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം നിറവേറ്റി, ഇനി മടങ്ങി വരണേ. അങ്ങ് ഇരുന്ന കസേരയിലിരിക്കാൻ ആരുമില്ല. ഓഹോ, അങ്ങനെയാ, ആയിക്കളയാം. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞു, മടങ്ങി വരാം. പക്ഷേ ഒരു കാര്യം ബാക്കിയുണ്ട്. അതെന്താ? ഞാൻ ജനിച്ച വൃഷ്ണികുലമുണ്ടല്ലോ, അത് എൻ്റെ ജന്മത്താലും പ്രഭാവത്താലും നേട്ടങ്ങളാലും വളരെ ഗർവിഷ്ഠരായിരിക്കുക.